ട്രംപിനെ കൊന്ന് യുദ്ധം തീർക്കാൻ ഇറാനെ തളയ്ക്കാൻ കഴിയാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതമായി നീട്ടിയതോടെ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം പിറക്കുകയാണ്. യുദ്ധം തകർത്ത ഇറാനിലെ തെരുവുകളിൽ ജനങ്ങൾ വിജയാഘോഷവുമായി ഒഴുകിയെത്തുമ്പോൾ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം: അമേരിക്കയുടെ അതിശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കും ഉപരോധങ്ങൾക്കും തകർക്കാനാവാത്ത പ്രതിരോധ ശേഷി തങ്ങൾക്കുണ്ട് എന്ന്. മാപ്പും കണക്കുകളും നോക്കി മാസങ്ങൾക്ക് മുമ്പ് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഈ മാറ്റം ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നുവെന്ന്. പരമ്പരാഗതമായിട്ട് അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളായി കണ്ടിരുന്നത്. ഈ വരേണ്യ ക്ലബിലേക്ക് ഇറാൻ എന്ന രാജ്യം കൂടി കടന്നു വരുന്നത് അവിശ്വസനീയമായി തോന്നാം. കാരണം സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും മറ്റ് ശക്തികൾക്ക് മുന്നിൽ ഇറാന്റെ കണക്കുകൾ എന്ന് പറയപ്പെടുന്നത് വളരെ ചെറുതാണ്. എന്നാൽ ന്യൂയോർക്ക് ടൈംസിലെ ലേഖകനായിട്ടുള്ള റോബർട്ട് പാപ്പ് വ്യക്തമാക്കുന്ന പോലെ ഇറാൻ സൈനികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഇവരോട് മത്സരിക്കുന്നില്ല എങ്കിലും ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള ഇറാന്റെ ശേഷി എന്ന് പറയപ്പെടുന്നവരെ ആഗോള ശക്തിയുടെ 4ാമത്തെ കേന്ദ്രമായി ഉയർത്തിയിരിക്കുന്നു എന്നതാണ്. ഇറാന്റെ ഈ അപ്രമാദിത്വത്തിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ അതിശക്തമായിട്ടുള്ള സൈനിക സമ്മർദ്ദത്തെ അതിജീവിക്കുവാനുള്ള അവരുടെ അത്ഭുതകരമായിട്ടുള്ള പ്രതിരോധ ശേഷി. 2, ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 5-1 ഒഴുകുന്ന ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാൻ നേടിയ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം. ഈ ചെക്ക് പോയിന്റിനെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുവാനുള്ള ഇറാന്റെ കഴിവ് എത്ര ഉപരോധങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.